ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് ദിവസമായാലേ. കുഞ്ഞു കുഞ്ഞു വലിയ വലിയ തിരക്കുകളുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടൊരു മൂവി റിവ്യൂ പറയാൻ പോവുകയാണ്. അതും നമ്മളെ സ്വന്തം 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 ലാലേട്ടൻ്റെ മലൈക്കോട്ടെ വാലിബൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. അപ്പം ആദ്യമായിട്ട് പറയുവാണ്, ജെന്യൂനായിട്ട് പറയുവാണ്. ഞാൻ വേറെ റിവ്യൂസൊന്നും കണ്ടിട്ട് പറയുന്നതല്ല, എൻ്റെ സ്വന്തം ഒരു എനിക്ക് കിട്ടിയൊരു ഫീലിങ്സിൽ ഞാൻ പറയുവാണ്. അപ്പം ഇഷ്ടപ്പെട്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ മൂവി തുടങ്ങുമ്പം ആദ്യം തന്നെ നല്ല രീതിക്ക് ലാഗ് അടുപ്പിച്ചിട്ടാണ് തുടങ്ങുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് വെറുതെ പോയോ, പൈസ വെറുതെ പോയോ, ടൈം വേസ്റ്റായോ, അങ്ങനെയൊക്കെ തോന്നിപ്പോവും. അത് കഴിഞ്ഞിട്ടൊരു അടുത്തൊരു അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് നമുക്ക് ചെറുതായിട്ട് ഇട്ട് തരും, എന്തോ പ്രതീക്ഷിക്കാനുണ്ട്, എന്തോ വരാനുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് പ്രതീക്ഷകൾ ഇട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് ഈ ടൈമൊക്കെ ലാഗ് അടിപ്പിക്കുന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് 1.5 മണിക്കൂറോളം ലാഗ് അടിപ്പിക്കുന്നുണ്ട്. എന്നാലും ഈ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇട്ട് തരും, എന്തോ ലാസ്റ്റിലുണ്ട്, ഭയങ്കരമായിട്ട് വരാനുണ്ട് എന്നുള്ളത് നമുക്ക് ഇട്ട് തരുന്നത് കൊണ്ട് കാണാം, വെയിറ്റ് ചെയ്യാം. ആ ഒരു സംഭവത്തിലാണ് നമ്മൾ ഉണ്ടാവുക. ഇത് എൻ്റെ ഒരു ജെന്യൂൻ ഒപ്പീനിയനാണ്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നത്. അങ്ങനെ ഇൻ്റർവെല്ല് കഴിഞ്ഞ് അടുത്ത ഒരു കുറച്ച് ടൈം കഴിയുമ്പോഴാണ് ശരിക്കും ഈ ഒരു മൂവിക്ക് നമ്മൾ എത്രത്തോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലെവലിലേക്ക് എത്തുന്നത്. ഓൾമോസ്റ്റ് 2 മണിക്കൂർ തന്നെ കഴിയണം നമുക്ക് ഈ മൂവിയിൽ നിന്ന് എന്തോ കിട്ടാനുണ്ട്, നമുക്കൊരു ഫീൽ കിട്ടാനുണ്ട്. നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടതുപോലെ, അതിന് ട്രെയിലറൊക്കെ കണ്ടതുപോലെ എന്തൊക്കെയോ കിട്ടാനുണ്ട് എന്നുള്ളത് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ശരിക്കുള്ള ഒരു എഫക്റ്റ് കിട്ടുന്നതും. ഇതിലൊരു സ്റ്റോറി ലൈൻ ഉണ്ട്, അതൊക്കെ ഈ ക്ലൈമാക്സിലാണ് നമ്മളെ കുറച്ച് സമയം പിടിച്ചിരുത്തുന്നത്. അതുവരെ ചില ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില സീനൊക്കെ കാണുമ്പം വേണ്ടിയിരുന്നില്ല, ടിക്കറ്റ് എടുക്കേണ്ടിയിരുന്നില്ല, അതും ഇന്ന് തന്നെ റിവ്യൂ ഒക്കെ കേട്ട് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോവും. പക്ഷെ അങ്ങനെയല്ല. ഇൻ്റർവ്യൂലൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതാരും ഇമ്പ്രസ് ചെയ്യാനുള്ളൊരു മൂവിയല്ല, ലാഗ് അടുപ്പിച്ചിട്ട് സ്ലോ ആയിട്ട് പോകുന്ന മൂവിയാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ കറക്റ്റ് ഇങ്ങനെ നല്ല രീതിയിൽ ലാഗ് അടുപ്പിച്ച് പോകുന്നുണ്ട്. പക്ഷെ BGM, വിഷ്വൽ, എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷ്വലാണ്. കിടിലം സൂപ്പർ വിഷ്വലാണ്. നല്ല വിഷ്വൽസും നല്ല ഷോർട്സും ക്യാമറ ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു. ചില ഷോർട്സൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്, BGM അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് ലാലേട്ടൻ അതിൽ തകർത്ത് വാരിയിട്ടുണ്ട്. അതുപോലെ കൂടെ അഭിനയിച്ചവരൊക്കെ സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആരതും ഈ ഒരു ക്യാരക്ടർ അതിന് ആപ്റ്റ് എല്ലാം തോന്നിയിട്ടില്ല. എല്ലാവരും ആ ഒരു ക്യാരക്ടറിന് അടിപൊളിയായിരുന്നു. പക്ഷെ ചില സാഹചര്യങ്ങൾ, ആ സ്റ്റാർട്ടിങ് കുറച്ച് ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പൈസ കൊടുത്ത് കാണാൻ പോകുമ്പോൾ ലാഗ് അടിപ്പിക്കുമ്പം ഉള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാനിപ്പം തിയേറ്ററിൽ നിന്ന് എനിക്ക് കണ്ടത് വെച്ച് നോക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർക്ക് ആ ഒരു ടൈപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില ആൾക്കാർക്ക് അതൊട്ടും തന്നെ ബോധിച്ചിട്ടില്ല. ചില ആൾക്കാർക്ക് ആ പകുതി വരെ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഒന്ന് സൈലൻ്റായി, ഒന്ന് വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒച്ചപ്പാടൊന്നും ഇല്ലാതെ സ്ക്രീനിൽ എന്താ പറയുക ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഹാഫിന് ശേഷം, ഇൻ്റർവെല്ലിന് ശേഷമാണ് മൂവിയുടെ എന്താ പറയുക അതിൻ്റെ ഒരു എന്താ പറയുക കറക്റ്റ് ഉള്ള കാര്യങ്ങൾ വരുന്നത് ഈ ഇൻ്റർവെല്ലിന് ശേഷമാണ്. എനിക്കതിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും ഭയങ്കര ഇഷ്ടമായി. അതിൽ ഓരോരുത്തർക്ക് ഓരോ ക്യാരക്ടർ കൊടുത്തല്ലോ, ആ ഓരോ ക്യാരക്ടറും അതിൽ അവർ കറക്റ്റ് 100% ചെയ്തിട്ടുണ്ട്. അതിലെ ക്യാരക്ടർ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ പാട്ടൊക്കെ എന്താ പറയുക, വേറൊരു മൂഡാണ് പാട്ടൊക്കെ. നമ്മൾ നോർമലി കേൾക്കുന്ന ടൈപ്പും അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുമില്ല, എന്നാൽ കേൾക്കാൻ കൊള്ളാം. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ്. ഈ ഒരു മൂവി ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്. ക്ലാസിക് മൂവിയൊക്കെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ സ്ലോ മൂവി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും.
അതുപോലെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടും. കുറച്ച് ലാഗ് അടിപ്പിക്കുന്നതേ ഉള്ളൂ. അതുപോലെ ഈ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വരുന്നത് ക്ലൈമാക്സിലാണ്. സ്റ്റാർട്ടിങ്ങിലെ സ്റ്റോറി കൊണ്ടുവരുന്നതാണ്. ആ ഒരു ക്യാരക്ടറിൻ്റെ സ്റ്റോറീസ് ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റിലാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സിലാണ് അതിൻ്റെ ഒരു സ്റ്റോറിയൊക്കെ കറക്റ്റ് നമുക്ക് ഫീൽ കിട്ടുന്നത്, കറക്റ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുവരെ ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ ആ ഒരു മൂവി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നുള്ളൂ. ലാസ്റ്റ് സംഭവം അടിപൊളിയാണ്. പിന്നെ ഇതുവരെ ചെറിയ ചെറിയ സസ്പെൻസൊക്കെ ഉണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയതാണ്. ലാസ്റ്റ് ക്ലൈമാക്സിൻ്റെ ലാസ്റ്റിലൊക്കെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, അതൊക്കെ പ്രതീക്ഷിച്ചിട്ടില്ല. ആ ഒരു ക്യാരക്ടറൊക്കെ അതിൽ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ചിലപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരായിരിക്കാം. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പോയിട്ട് കാണണ്ട എന്ന് പറയാനുള്ള മൂവിയൊന്നുമല്ല. കാണാനൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നു. ആദ്യത്തെ ആ ഒരു അരമണിക്കൂറാണ് ലാഗ് അടിച്ചില്ല. പിന്നെ നമുക്ക് ചെറുതായി തരുന്നുണ്ട്. ലാസ്റ്റ് വരെ കാണാൻ നമ്മളെ ഇരുത്തി അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാനുള്ള സംഭവം തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒട്ടും ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നിങ്ങളും കാണുക, കണ്ടിട്ട് കമൻ്റ് ഇടുക, നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞതുമായിട്ട് എത്രത്തോളം നിങ്ങൾ യോജിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നിങ്ങളും കമൻ്റ് ഇടുക. അപ്പം നിങ്ങൾ സപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും മൂവി റിവ്യൂസ് ചെയ്യും. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.